നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി യാത്രക്കാരിയായ പെൺകുട്ടി രംഗത്ത്. ഇന്നലെ സ്കൂളിൽ ഇട്ട് വരുന്ന വഴിക്ക് തിരുനക്കര എന്ന് പറയുന്ന ബസ്സിന് തിരിച്ചു വരുമായിരുന്നു. അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു, ഇന്നപോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവർക്കും കൊണ്ട് കറങ്ങാൻ പോയതാണോ ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇന്നലെ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞു. അന്നേരം കളർ ഡ്രസ്സ് ആയിരുന്നു ഇട്ടേക്കുന്നത്. ബാഗ് ഇരിക്കുന്നവരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരെ കൊടുത്തേക്കുമായിരുന്നു. അന്നേരം പറഞ്ഞ് കൊച്ചിനെ കണ്ടാൽ പറയത്തില്ലല്ലോ സ്കൂളിൽ പോയതാന്ന്, കറങ്ങാൻ പോയതാന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആരെങ്കിലും കൂടി കാമുകനോട് കറങ്ങാൻ പോയതാണെന്നൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞ അല്ല, ഇന്നോടെ സ്കൂളിൽ പോയതാ, യൂണിഫോം കിട്ടിയില്ല, അതുകൊണ്ട് യൂണിഫോം ഇടാഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ST എടുക്കത്തില്ല, കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു. കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ST തരാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ കയ്യിലുണ്ടായിരുന്ന ST അത് കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് അവരുടെ മകനൊക്കെ വീടിന് അതിലെ വന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഇന്നലെ അങ്ങനെ ഒരു മാമൻ്റെ വണ്ടി വീടിനടുത്ത് കിടപ്പുണ്ടായിരുന്നു. അന്നേരം ആ വണ്ടിയുടെ നമ്പരൊക്കെ നോക്കി വെച്ചിട്ട് അത് എരമല്ലൂരാണ് ഓടുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ഇന്നപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇന്നപോലെ വീട്ടിൽ വന്നായിരുന്നു. അന്നേരം അവരെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അറിഞ്ഞു. അപ്പം മാമനെ അറിയത്തില്ലായിരുന്നു ഇവരാരാണെന്നൊന്നും. അന്നേരം പിന്നപോലെ അവരൊക്കെ അവരെ കണ്ടു അടിക്കുമെന്നൊക്കെ ഇന്നോലെ പറഞ്ഞായിരുന്നു. അത് ഇന്നോലെ വീട്ടിലാരും ഇല്ല, അമ്മ വെളിയിലാണ്, അച്ഛൻ മരിച്ചുപോയി. അന്നേരം പിന്നെ ചേട്ടന്മാര് മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ എന്നോടെല്ലാം അവരോടാ പറയുന്ന എല്ലാ കാര്യവും. അപ്പൊ ഇന്നോലെ എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ. അപ്പൊ അവർക്ക് സ്വന്തം പെങ്ങളെ ആരാണെങ്കിലും എന്തെങ്കിലും പറയുമ്പത്തേന് അടിക്കുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ അവര് ചെന്ന് ചോദിച്ചതാണ് ഇന്നോലെ. അപ്പൊ അത് കണ്ടക്ടർ പറയുന്ന അയാള് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അപ്പൊ ഇവര് ചോദിച്ചു എന്തിനാ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അന്നേരം അവന്റെ ദേഷ്യത്തിന് ഇവര് കയറി അടിച്ചതാണ്. ഞാൻ അയാളെ അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല, ആ ബസ്സിലുണ്ടായിരുന്നേ ഉള്ളൂ. എന്നാൽ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു കണ്ടക്ടറുടെ മറുപടി. കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കുട്ടി വണ്ടിയെ കയറിയെങ്കിലും ആ കുട്ടി പിന്നെ യൂണിഫോം ഇല്ല, ID കാർഡില്ല, കൺസെഷൻ കാർഡും ഒന്നുമില്ല. ഞാൻ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു കാർഡില്ല. കൺസെഷൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺസെഷൻ കാർഡില്ല. അപ്പോൾ യൂണിഫോം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇട്ടിരുന്നത് ഒരു പാൻറ്റും ടീഷർട്ടും ആയിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയ രീതി പോലും കാണുന്നില്ല, ഒരു ബാഗ് പോലും കയ്യിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം പോലും ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ST തരാൻ പാടില്ല. പക്ഷേ അപ്പോൾ ആ കൊച്ച് 2 എടുത്ത് ഞാൻ ആ 2 രൂപ മേടിച്ചിട്ട് പറഞ്ഞു നാളെ ഇത് ആവർത്തിക്കരുത്, നാളെ ഒന്ന് യൂണിഫോം പോലും ഇടണമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ആ കുട്ടി ഇറങ്ങിപ്പോയിട്ട് ഞാൻ ഒക്കെ തിരിച്ച് ഞങ്ങൾ ആ ചാല് കഴിഞ്ഞ് തിരിച്ച് അടുത്ത ചാല് വന്നപ്പോഴാണ് ഒരു 10-40 അടങ്ങുന്ന സംഘം വന്ന് വണ്ടി തടഞ്ഞു ഒരു 5 പേരും ഈ പെൺകുട്ടിയുടെ കയറി, 4 പേരും പെൺകുട്ടിയുടെ കയറി എന്നെ മർദ്ദിച്ചു. എൻ്റെ കുഞ്ഞെൻ്റെ കൂട്ടത്തിലായിരുന്നു. അവന് +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവനിട്ടും കാര്യമായ രീതിയിൽ മർദ്ദനം കിട്ടിയതിന് ശേഷം ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി. ഞാനും എൻ്റെ കുഞ്ഞും പോയി. എനിക്ക് തലയ്ക്ക് അടിച്ച് എൻ്റെ തല പൊട്ടി, ഹെൽമെറ്റിന് വെച്ച് അടിച്ചതാണ് എൻ്റെ തല പൊട്ടി. ജില്ലാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് 3 സ്റ്റിച്ചിട്ട് അവിടെ അതിനുശേഷം മെഡിക്കൽ കോളേജ് ചെന്ന് സ്കാൻ ചെയ്ത് ഒരു ദിവസം അവിടെ ഒബ്സർവേഷൻ ഇരിക്കേണ്ട വന്നു. അത് കഴിഞ്ഞ് ചിങ്ങാൻ സ്റ്റേഷനിൽ കേസെടുത്ത് എന്നോട് പറഞ്ഞു മൊഴി കൊടുത്ത് ഞാൻ പോരുന്നതിൻ്റെ പുറകെ വൈകിട്ടെങ്ങാണ്ട് അവർ എൻ്റെ പേരിൽ പോസ്കോ കേസ് പരാതി കൊടുത്തിരിക്കുകയാണ്. ഞാനിതിനകത്ത് എന്ത് വന്നാലും പിന്മാറത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. എന്നെ ധാരണയ്ക്ക് ഒത്തിരി പലരെ കൊണ്ട് ശ്രമിച്ചെങ്കിലും ഞാൻ അതിനകത്തൊന്നും വഴങ്ങാത്തതിൻ്റെ പേരിലാണ് എൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്.